ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ കൊടൈക്കനാലിൽ അവിടുത്തെ ശുശ്രൂഷരാ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നു. 2-3 ദിവസങ്ങളിൽ വേറിട്ടിരുന്ന് അങ്ങയുടെ മഹത്വമേറിയ വചനങ്ങളെ ധ്യാനിപ്പാൻ, ചർച്ച ചെയ്യുവാൻ അങ്ങോട്ട് ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ആരാധനയ്ക്ക് ശേഷം തിരികെ പോകാൻ ഒരുങ്ങുന്നു. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യവും കൃപാകടാക്ഷങ്ങളും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം. അങ്ങയുടെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യാൻ ദിനംതോറും ഞങ്ങളെ ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരായി അത് അങ്ങയ്ക്ക് വേണ്ടി നിർവഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണം. വചന കേൾവിക്കാട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെയും അനുഗ്രഹിക്കണം. കർത്താവെ, അടിയൻ പറയുന്ന അപ്പുറമായി അതിൻ്റെ ആഴങ്ങളെയും അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വമെല്ലാം അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഇനി വരാനുണ്ടോ? ഇല്ലതെന്നല്ലേ? ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളിവിടെ വന്നു. ദൈവസന്നിധിയിൽ നമുക്ക് അനേക കാര്യങ്ങളെക്കുറിച്ച്, അനേക വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്ത തലങ്ങളിൽ കേൾക്കാൻ, ധ്യാനിപ്പാൻ, ചിന്തിപ്പാനൊക്കെയും ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. ഇന്ന് അതിനുശേഷം നമ്മൾ തിരികെ പോകുന്നു. ഇനി ഇവിടുത്തെ ഈ ധ്യാനത്തിൻ്റെയും ചിന്തകളുടെയും ചർച്ചകളുടെയൊക്കെയും പ്രതിഫലനം എന്ത് ചെയ്യണം? നമ്മുടെ ശുശ്രൂഷയിൽ കാണണം. അവരെ അല്ലെങ്കിൽ നമ്മുടെ സഭാമക്കളെ കാണിക്കാൻ വേണ്ടിയല്ല, നമ്മൾ അവർക്കത് ദൃശ്യമാകണം. കൊടൈക്കനാലിൽ പോയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഞങ്ങളുടെ അച്ഛനുണ്ടായോ, ഞങ്ങളുടെ ഉപദേശിക്കുണ്ടായോ എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു സംഗതി. ഓക്കെ, അങ്ങനെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് കണ്ടതായ ഏതെങ്കിലും നമ്മുടെ ശുശ്രൂഷയിൽ മാറ്റം വരുത്തേണ്ടതായ അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്വീകരിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. നമ്മുടെ ചിന്താവിഷയം ഒന്ന് പറയാമോ? ഒന്നുകൂടെ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞോ? ഓക്കെ, അത് 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? പോവുക. ആൾക്കാർ ഈ പുള്ളിക്കാരൻ എന്നാ പറ്റിയെന്നല്ലേ? ഓക്കെ, അത് നമ്മൾ ഇതുവരെ കേട്ടതാണ്. ധാരാളം പല ആംഗിളിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിച്ചു? നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ സാധിച്ചു. അതിൻ്റെ സാമ്പത്തിക വശം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയ വശങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വിവിധ തലങ്ങളിൽ നമ്മൾ സെക്ഷനായിട്ട് തിരിഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടു, നമ്മൾ ധ്യാനിച്ചു. അത് എന്തുമാത്രം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നെനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങൾ വളരെ അത് ശ്രദ്ധയോടെ കേട്ടു, പഠിച്ചു, ധ്യാനിച്ചു എന്ന് ഞാൻ കരുതും. നമ്മൾ എഫെസ്യ ലേഖനമാണ് നമ്മൾ ആധാരമായിട്ട് എടുത്ത ആ വേദഭാഗമായിരുന്നത്. അത് ഈ വർഷത്തെ നമ്മുടെ പൊതുവായുള്ള ധ്യാനത്തിനും ആധാരമായിട്ടും ആണ് ആ വാക്യങ്ങൾ എടുത്തിരിക്കുന്നത്. അത് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, 2, 10, 11 വാക്യം ഞാൻ വായിക്കാം. എഫേസ്യർ 6, 10, 11. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അടുത്തതിൻ്റെ അകത്താണ് പോരാട്ടം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അതുകൊണ്ട് അത് ആ ഖണ്ഡിക തന്നെ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കണം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ.
രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. മറ്റ് അനേക കാര്യങ്ങളും കൂടെ എൻ്റെ അടുത്ത് പറയുന്നു. മറ്റൊരു വേദഭാഗം കൂടെ ഞാൻ അവിടെ ചേർത്ത് വായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. യെശയ്യാപ്രവചനം 59-ാം അധ്യായം. എടുത്താട്ടെ, പുസ്തകം ഉള്ളവർ എടുക്കാം. യെശയ്യാപ്രവചനം 59-ാം അധ്യായം. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഇച്ചിരി ശബ്ദമുള്ളവരെന്ന് വായിക്കാമോ? 11 മുതലുള്ള വാക്യം. ഞങ്ങൾ എല്ലാവരും കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ വ്യക്തികളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു. സത്യം വീതിയിൽ ഇടറുന്നു. നേരിന് നടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായം ഇല്ലായ്മ നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. ആരും ഇല്ലെന്ന് അവൻ കണ്ടു. പക്ഷപാതം ചെയ്യുവാൻ ആരും ഇല്ലായ്കയെ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷപ്പെടുത്തി. അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു. രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു. തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും. മതി. നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിലൊക്കെ വായിക്കുന്ന വേദഭാഗം കൂടെയാണ് യെശയ്യാവിൻ്റെ 59-ാം അധ്യായം പല സന്ദർഭങ്ങളിലും വായിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ അതും ഈ എഫേസ്യ ലേഖനമായിട്ട് ഏതാണ്ട് ഒരു സാമ്യമുള്ള പോലെ നമുക്ക് തോന്നിപ്പോകുന്നു. ആ സാമ്യം എന്ന് പറയുന്നത് അവിടെയും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചും നീതിയെക്കുറിച്ചും അരക്കെട്ടിനെക്കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച്, പ്രതിരോധിക്കാനുള്ള വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദുഷ്ടനോട് എതിർപ്പാനായിട്ട് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന് പ്രതികാരം ചെയ്യാനായിട്ട് വസ്ത്രം ദൈവം സ്വയം ധരിച്ചു എന്നാണ് ഉള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് നോക്കിയിരുന്നു, ന്യായത്തിന് നോക്കിയിരുന്നു, നീതിക്ക് നോക്കിയിരുന്നു, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അതിന് പകരം നമ്മുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഹൃദയങ്ങളിൽ ചില ചിന്തകൾ ഉണ്ടായി. അത് ആ ഹൃദയത്തിലെ ചിന്തകളെല്ലാം പ്രവൃത്തിയായിട്ട് പുറത്തു വന്നിട്ട് അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായിട്ട് അവിടെ മാറി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 13-ാം വാക്യമാണ് അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിക്രമം ചെയ്തു യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അപ്പോൾ എന്തിനു വേണ്ടിയാണോ ദൈവം കാത്തിരുന്നത്, അതിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ആരെങ്കിലും മധ്യസ്ഥത ചെയ്യാനുണ്ടോ എന്ന് നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. അതിനുവേണ്ടി ആരെങ്കിലും ഇപ്രകാരമുള്ള അനീതിയും കൊള്ളതായും എല്ലാം അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കാത്ത ആൾക്ക്, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും നിയോഗിക്കപ്പെട്ട പ്രതീക്ഷിച്ച ആൾക്കാരിൽ നിന്ന് ഇത്തരമുള്ള എതിർ മനോഭാവങ്ങൾ ഉണ്ടായതുകൊണ്ട്, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന് അകന്നു പോകുന്നുണ്ട്. ആ അകന്നുപോക്കിനെതിരെ മധ്യസ്ഥ ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ, ഇടയ്ക്ക് നിൽക്കുവാൻ, മധ്യസ്ഥ ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടി. അതുകൊണ്ട് ദൈവം തന്നെ എന്ത് ചെയ്തു, ദൈവം തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുന്ന അവിടെ പറഞ്ഞു. അതാണ് അവിടുത്തെ ഒരു പ്രതിപാദ്യ വിഷയം. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്
അതും ഒരു നമുക്ക് ദൃശ്യമല്ല എന്ന് കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതും ദൃശ്യമായ ഒരു പിന്മാറ്റത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണത്തില്ല അത്. നീതി നീതി നമുക്ക് കാണാൻ പറ്റുമോ? നീതി കാണാൻ പറ്റത്തില്ല. ന്യായം കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. സ്നേഹം കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. പക്ഷെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ രൂപഭാവമോ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതെങ്ങനെ ക്രിയ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ അകത്ത് ഒരു ആന്തരികമായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് എഫേസ്യ ലേഖനം വായിക്കുമ്പോഴും അവിടെയും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒടുവിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ പറയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടേണ്ടത് എങ്ങനെയാ? എവിടെയാ? ആരില്ല? കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. കർത്താവിൽ ശക്തിപ്പെടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് മറന്നു പോകും. നമ്മുടെ ശക്തി എവിടെയായിരിക്കണം? കർത്താവിൽ ആയിരിക്കണം. അപ്പോൾ കർത്താവിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് ഉദാഹരണങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ് അപ്പോസ്തലനും അവർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? മടതനായ മനുഷ്യൻ നിൽക്കുന്നു അല്ലേ? വല്ലതും കിട്ടും എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? പതിവനുസരിച്ച് അവൻ കൈ നീട്ടി നോക്കാൻ പറഞ്ഞു അല്ലേ? ഞങ്ങളെ നോക്ക്. പുള്ളിക്കാരൻ ഓർത്തിച്ചിട്ട് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? സൂക്ഷിച്ച് നോക്കി. ഇതുവരെയും ഇല്ലാത്തൊരു ശബ്ദം, ഒരു ചോദ്യം അല്ലേ? ഞങ്ങളെ നോക്കാം. അവർ നോക്കി അല്ലേ? നോക്കിയപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞ്? നിന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളി പൊന്ന് ധനമാണ്, അത് ഞങ്ങളുടെ കയ്യിൽ ഇല്ല. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ശക്തി, അതാണ് ശക്തി എന്ന് പറയുന്നത് അല്ലേ? അതാ ശക്തി. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിപ്പോയ പത്രോസ്. വേലക്കാരുടെ മുമ്പിൽ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയ പത്രോസ് അപ്പോസ്തലൻ. ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പത്രോസ്. ശക്തി വന്നപ്പോൾ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശു. അതാണ് ശക്തി എന്ന്, ക്രിസ്തുവിലുള്ള ശക്തി എന്ന് പറയുന്നത്. ക്രിസ്തുവാണ് ശക്തി എന്ന് പറയും. ഇതൊരു പോരാട്ടം കൂടെ ചേർത്താണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഗ്രഹിക്കുമ്പോഴൊക്കെയും കാണാൻ സാധിക്കുന്ന യുദ്ധതന്ത്രങ്ങളാണ്. ധാരാളം യുദ്ധതന്ത്രങ്ങൾ ഉണ്ട്. അത് യുദ്ധതന്ത്രത്തിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമുള്ളൂ, ശത്രുക്കളെ എന്ത് ചെയ്യുക? ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയം നേടുക എന്നുള്ളത്. ആരോടാണോ നമ്മൾ പോരാടുന്നത് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ തന്ത്രത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നമ്മൾ നോക്കുമ്പോൾ അവരെ വർദ്ധിച്ചു വരികയും ഗോശൻ ദേശത്ത് അവരെന്ത് ചെയ്തു? അവർ പെറ്റുവരികയും അല്ലേ? വളരെ വലിയൊരു ജനമായി തീർന്നു. ആദ്യമൊക്കെ അവർക്ക് വളരെ ബഹുമാനവും സന്തോഷമൊക്കെ ആയിരുന്നു. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബഹുമാനമായിരുന്നു. എന്നാൽ യോസഫിനെ അറിയാത്ത ഒരു ഭരണാധികാരി ഫറവോൻ എന്ത് ചെയ്തു? അവിടെ എഴുന്നേറ്റു. അതുകൊണ്ട് ആ ഫറവോൻ എഴുന്നേറ്റപ്പോൾ നോക്കിയപ്പോൾ അവൻ്റെ ജനത്തെയും ഇസ്രായേൽ ജനത്തെയും നോക്കിയപ്പോൾ അവന് മനസ്സിലായി, അവൻ്റെ ജനത്തേക്കാൾ ശക്തരാണ് ആര്? ഈ വന്നു പാർക്കുന്ന പരദേശികളായി പാർക്കുന്ന ഇസ്രായേൽ മക്കൾ. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു യുദ്ധമുണ്ടായാൽ ശത്രുപക്ഷത്ത് ഇവർ ചേർന്നാൽ മിസ്രയീം കാണുകയില്ല എന്നവർക്കും ആ ഭരണാധികാരിക്ക് മനസ്സിലായി. നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരു പേടി, കാരണം അവരെക്കാൾ ശക്തരാണ് അവർ എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്ത്രം ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ? ആൺകുട്ടികളെ ആദ്യം 1-2 തന്ത്രങ്ങളുണ്ടതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം ആൺകുട്ടികളെ കൊല്ലുക എന്നുള്ളതാണ്. പീഡനം കൊടുത്തു, കട്ട ചുടുന്നതിന് എണ്ണം കൂട്ടി കൊടുത്തു, താളടി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, ചാട്ടാവറ അടിപ്പിച്ചു, എണ്ണം കൂട്ടി, കട്ട ചുട്ടു തരേണ്ട അതിൻ്റെ എണ്ണം കൂട്ടി, അങ്ങനെ പലവിധമായ പീഡനങ്ങൾ കൊടുത്തു. എങ്കിലും പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു എന്നാണ് അത് കാണാൻ സാധിക്കും. പീഡനങ്ങളുടെ അവർ ദേശം വിട്ടുപോകണമെന്നാണ് എന്ത് ചെയ്തത്? ഫറവോൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നടന്നില്ല. അവർ പീഡനം സഹിച്ച് അവർ അവിടെ നിന്നു. അവസാനം ഉള്ള കൈയാണ് അവരെ ഉന്മൂലനം ചെയ്യാനായിട്ടൊരു അടുത്ത തന്ത്രമാണ് ആൺകുട്ടികളെ കൊല്ലുക. നമുക്കറിയാവുന്ന കാര്യം. കുട്ടികളെ എന്ത് ചെയ്യുക? കൊല്ലുക. കുട്ടികളെ കൊന്നിട്ട് എന്താ കാര്യം?
കുട്ടികൾ ഏതെങ്കിലും യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണേ. കുട്ടികൾ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ടോ? ഉണ്ടായി പറന്ന് വീണ ആൺകുട്ടികളെ അവർ യുദ്ധത്തിന് പോവുമോ? പോകുമോ? പിന്നെ എന്തിനാണ് അവരെ കൊന്നത്? വളരെ ദീർഘമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് അല്ലേ? വളരെ ക്രൂക്കറ്റ് ബുദ്ധിയാണ്. ഇതുപോലെ ഒരു തലമുറ എന്ത് ചെയ്യരുത്? ഉണ്ടാകും. ഇതുപോലെ ഒരു തലമുറ ഉണ്ടാകും. ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, അതൊരു തന്ത്രമാണ്, യുദ്ധതന്ത്രമാണ്. ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രമാണ്. യുദ്ധങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തു പോകുമ്പോഴെല്ലാം മിക്ക സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് അവിടെ ഒരു 5-6 ജാതി ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം എന്നാ ചെയ്യണമെന്നാണ് പറഞ്ഞത്? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഒന്നും കിട്ടുന്നില്ല. അതാ ചോദിക്കും. കുറേ ആൾക്കാരുടെ പേരുണ്ട്, അമോര്യർ, ഗിർഗസിയർ, അവരെ ഇവരെന്നൊക്കെ പറഞ്ഞ് പേര് വന്നിട്ട് അവരുടെ ദേശമാണ് ആർക്ക് കൊടുക്കാൻ പോകുന്നത്? ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അവർ അവിടെ പോയി എന്ത് ചെയ്യണം? അവർ ഇസ്രായേൽ മക്കൾ വന്നിട്ടുണ്ട്, എന്നാൽ ശരി, നിങ്ങൾ കയറിയിരുന്നോ? അങ്ങനെയാണോ? അല്ല, നിങ്ങളത് കീഴ്പ്പെടുത്തണം, കീഴടക്കണം. അതിന് പറയുന്നത് യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? അവരെ ഇല്ലായ്മ ചെയ്യണം. ചിലർ പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മൃഗങ്ങൾ, മനുഷ്യർ, പുരുഷൻ, സ്ത്രീ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ചെയ്യണം, എല്ലാവരെയും കൊല്ലാൻ പറഞ്ഞു. ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരെ മുഴുവനും എന്ത് ചെയ്യണം? കൊല്ലണമെന്ന് പറഞ്ഞു. ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ ഉൾപ്പെടെ എന്ത് ചെയ്യണം? കൊല്ലണമെന്ന് പറഞ്ഞു. ചിലയിടത്ത് എന്ത് വെച്ചിട്ടുണ്ട് ഗർഭിണികളെ എന്ത് ചെയ്യണം? കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഓരോ യുദ്ധത്തിനും ഓരോ തന്ത്രങ്ങളാണ്. അപ്പോൾ അതിന് എല്ലാം ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ കൊല്ലുക, ഗർഭിണികളെ കൊല്ലുക, ബാലിക ബാലന്മാരെ എന്ത് ചെയ്യുക? കൊല്ലുക. പിന്നെ മറ്റൊരു തന്ത്രമാണ് കൊല്ലന്മാരെയെല്ലാം എന്ത് ചെയ്യുക? കൊല്ലന്മാരെയെല്ലാം പിടിച്ച് നാട് നിർത്തിക്കൊണ്ടുപോവുക. അതിൻ്റെ ഉദ്ദേശം എന്താ? ആയുധം ഉണ്ടാക്കണ ആര് വേണം? കൊല്ലന്മാർ വേണം അല്ലേ? അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? അവർ ആയുധം ഉണ്ടാക്കി യുദ്ധത്തിന് ചെയ്യാനായിട്ട് ഒരുങ്ങരുത്. അപ്പോൾ കൊല്ലന്മാരെ പിടിച്ചുണ്ടാകുന്നത്, വേറെ യുദ്ധമൊന്നും വേണ്ട, കൊല്ലന്മാരെ പിടിച്ചങ്ങ് കൊണ്ടുപോകുക. പിന്നെ അടുത്ത തന്ത്രമുണ്ട്, അതിനകത്ത് ഒരുവിധം വിവരമുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുക? കൊണ്ടുപോവുക. കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോവുക. അതെല്ലാം ഓരോ തന്ത്രം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ കുറേ നാളത്തിന് എന്ത് ചെയ്യില്ല? കുറേ നാളത്തിന് ഇപ്പോൾ പൂർണ്ണമായിട്ട് അവരെ നശിപ്പിക്കുന്നില്ല, കുറേ നാളത്തെ കീഴ്പ്പെടുത്തി നിർത്താനേ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകും. ബാക്കിയുള്ള സാധാരണ ആൾക്കാർ ദേശത്ത് കാണും. അവരൊന്നും യുദ്ധം ചെയ്യാനും പോകത്തില്ല, അവരെ നോക്കാനായിട്ട് കുറച്ച് ആൾക്കാർ. അതെല്ലാം യുദ്ധതന്ത്രങ്ങളാണ്. ധാരാളം യുദ്ധതന്ത്രങ്ങൾ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിയാൽ അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് പഴയ കാലം അല്ലേ? അതെല്ലാം നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുക. ഇവിടെയും പിന്നെയും പറയുകയാണ്, പിന്നെയും എന്താണ്? പിന്നെയും പോരാട്ടമാണ്. ഇവിടെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അപ്പുറവും അതിന് ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജർമ്മനിയിൽ പോയ സമയത്ത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ജർമ്മനിയിൽ പോയ സമയത്ത് അവിടെ നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അദ്ദേഹം താമസിച്ച് ബൈബിൾ പരിഭാഷപ്പെടുത്തിയ ആ റൂമൊക്കെ നമുക്ക് പോകാനും അദ്ദേഹം താമസിച്ച് വീട്ടിൽ പോകാനൊക്കെയും ഇടയായി തീർന്നു. ഞാൻ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവിടെ പോയി കാസിൽ എന്ന് പറയും, നിങ്ങളതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം പലരും. ഒന്നും വേണ്ട നമുക്ക് കാണാനായിട്ട് അവിടെ പോകുമ്പം ബൈബിൾ പരിഭാഷപ്പെടുത്തി അല്ലെങ്കിൽ 95 തീസിസ് എന്ത് ചെയ്തു? അത് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. അതിനുശേഷം ബൈബിൾ പരിഭാഷ തുടങ്ങിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന മുറിയിൽ ഇന്നലെ അതിനെക്കുറിച്ച് ആരോ പറഞ്ഞപ്പോൾ പറയുണ്ടായി. അത് സാത്താനോട് അടുത്ത് വന്ന് നിൽക്കുന്നു, അതുപോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്ത് അദ്ദേഹം എഴുതിയിരുന്ന മഷിക്കുപ്പി എടുത്ത് എന്ത് ചെയ്തു? എറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആ മഷിക്കുപ്പി എറിഞ്ഞത് ഇപ്പം അതവിടെ ഇല്ല. അത് ഒരു ചെറിയ പെയിൻ്റൊക്കെ മാറ്റി അതിൻ്റെ കളറ് മാറ്റിയിട്ട്. അപ്പം സാത്താൻ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്നൊരു തോന്നല അല്ലേ? അപ്പം അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗത്തൊക്കെ വരുമ്പോഴൊക്കെ എതിർപ്പാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പോരാട്ടം അല്ലെങ്കിൽ ഒരു ശക്തി നമ്മുടെ ഉദ്യമത്തെ തകർക്കാനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു പരിശ്രമം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനെയെല്ലാം എന്ത് ചെയ്തു? ദൈവം കാലാന്തരത്തിൽ മാറ്റിയതായിട്ട് കാണാൻ സാധിക്കും. എന്തെല്ലാം വിധത്തിലാണ് അതിന് മാറിപ്പോയത് എന്ന് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴേ നമുക്കതിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ അത്ഭുതമേറിയ പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുമോ. നമ്മളൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ചരിത്രമാണ് ടിൻഡെയിലിൻ്റെ, അല്ലേ? വില്യം ടിൻഡെയിൽ. ടിൻഡെയിൽ എന്ത് ചെയ്തു? ടിൻഡെയിൽ എന്താ ചെയ്ത്? വില്യം ടിൻഡെയിൽ കമൻട്രിയൊക്കെ നമ്മൾ വയ്ക്കാറുണ്ടല്ലേ? ഓക്കെ, വളരെ ലളിതമായ കമൻട്രി എന്നാണ് അതിനെക്കുറിച്ച് പൊതുവെ ഉള്ളൊരു ചിന്ത. ടിൻഡെയിൽ എന്നാ കാണിച്ചു? ടിൻഡെയിൽ എന്നാ പറ്റി? ഓർക്കെ പറയൂ. ഓക്കെ, തർജ്ജമ ചെയ്തു. അദ്ദേഹം വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്തു. എന്തായിരുന്നു പ്രതിഫലം? എന്തായിരുന്നു? ചുമ്മാ ഒരു ഉത്തരം പറഞ്ഞേ, ഏതെങ്കിലും. ടിൻഡെയിലിന് കിട്ടിയ സമ്മാനം എന്തായിരുന്നു? ടിൻഡെയിലിന് കിട്ടിയ സമ്മാനം അദ്ദേഹത്തെ ജീവനോടെ ഒരു തൂണെ കെട്ടിയിട്ട് കത്തിച്ചു. ചെയ്ത തെറ്റന്നെ? ദൈവത്തിൻ്റെ വചനം 10 പേര് വായിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഒറ്റ കുറ്റമേ ചെയ്തോളൂ. മാർട്ടിൻ ലൂഥറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ നമുക്ക് അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. പക്ഷേ അദ്ദേഹം ആ നാളുകളിൽ കടന്നുപോയ വ്യഥ, ദുഃഖം, പീഡനം നമുക്ക് അറിയാൻ പറ്റും. മാസങ്ങളോളം അദ്ദേഹം ഒളിച്ചാണ് താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി, എഴുതാനും വേണ്ടി, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം വളരെ രഹസ്യമായിട്ട് ഈ കാസിൽ എന്ന് പറയുന്ന വളരെ കൊട്ടാര സദൃശമായ ആ കെട്ടിടത്തിൽ ഉൾമുറിയിൽ, ഇരുട്ട് പോലുള്ള മുറിയിൽ എന്ത് ചെയ്യും? അദ്ദേഹം രഹസ്യമായിട്ട് താമസിച്ചു. ആ കാസിലിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ താമസിക്കാനായിട്ട് പറ്റിയത്. അദ്ദേഹത്തെ അന്വേഷിച്ച് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് എന്ത് ചെയ്തു? ശത്രുക്കൾ എന്ത് ചെയ്തു? ഇതിനെ എതിർക്കുന്ന ആൾക്കാരെല്ലാം കൂടെ വന്നിരിക്കുന്നു. അതിനെ എതിർത്ത് മാർട്ടിൻ ലൂഥറിനെ എതിർത്ത ആരാ? കത്തോലിക്ക സഭയാണ്, പ്രബലമായ സഭയാണ്. അതിനെതിരെ നിൽക്കുന്നു പറഞ്ഞാണ് അദ്ദേഹത്തെ കൊല്ലാനായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാനായിട്ടും എന്ത് ചെയ്ത് ശ്രമിച്ചത്. അപ്പം അതിനെ എന്ത് ചെയ്തു? അതിജീവിച്ചു. പോരാട്ടം എന്ന് പറയുന്നത് വിവിധ തലങ്ങളിൽ വന്നേക്കാം, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വന്നേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെല്ലാം രീതിയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് ഒറ്റ ഒരു ലക്ഷ്യമേ കാണത്തുള്ളൂ. എന്ത് ചെയ്യരുത്? ദൈവവചനം പ്രചരിക്കരുത്. ദൈവത്തെ, ഈ രക്ഷകനായ യേശുവിനെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കപ്പെടരുത്. മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യൻ എന്തും നാശത്തിൻ്റെ പാതയിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പം അതിനെ ദൈവം എന്ത് ചെയ്യുന്നു? ഓരോരോ കാലഘട്ടങ്ങളിൽ അതിനെ മാറ്റി കൊണ്ടുപോകുന്നതൊക്കെ കാണുവാൻ സാധിക്കും. കാരണം നമ്മൾ ആദ്യമേ ഇവിടെ പറഞ്ഞ പോലെ ദൈവമാണ് ദൈവമാണ് മിഷൻ്റെ ദൗത്യത്തിൻ്റെ ഉടമസ്ഥൻ. ആരാണ്? ദൈവമാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് അകന്നു പോയ ആൾക്കാരെ എന്ത് ചെയ്യുക? ചേർത്ത് നിർത്തുന്നതാണ്. മിഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിന് അകന്നു പോയ മനുഷ്യൻ അകന്നു പോകാനല്ല, അവനെ ദൈവഭാഗത്തേക്ക് ചേർക്കാനാണ് ദൗത്യം എന്ന് പറയുന്നത്. അതിന് പല തന്ത്രങ്ങളും പല കാലഘട്ടങ്ങളിൽ സാത്താൻ അല്ലെങ്കിൽ എതിർ ശക്തി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തർക്കമില്ല. ഇവിടെ ഞാൻ ആദ്യം കുറേ യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു. യുദ്ധത്തിൽ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തു? പറഞ്ഞു. നമ്മൾ മോശയെക്കുറിച്ച് പഠിക്കുമ്പോഴും മോശയും അനേക യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന ആളായിരുന്നു. മോശ അനേക യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന ആളായിരുന്നു. കാരണം അന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ച യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും രാജ്യതന്ത്രത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും ഭരണ നിപുണത ഉള്ള ഒരു ആളായിരുന്നു മോശ. നമ്മൾ പറയുമ്പോൾ മോശ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കും, അങ്ങനെ ഒരു സങ്കല്പമായിരിക്കും. പക്ഷേ മോശ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഭരണ നിപുണനായ ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഇല്ലെങ്കിൽ 600,000 ആയിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. 600,000 ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നങ്ങളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. അതിനുള്ള ട്രെയിനിങ് മുഴുവൻ എവിടെ നിന്ന് കിട്ടി?
ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടി. അന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു രാജ്യമായിരുന്നു ഏത്? ഇസ്രയേൽ. ആ കൊട്ടാരത്തിൽ നിന്ന് കിട്ടി. പരിശീലനം ദൈവം എന്ത് ചെയ്തു? കൊടുത്തു. അതിനുശേഷമാണ് ദൗത്യം വരുന്നത്. മരുഭൂമിയിൽ 40 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു? മോശ ഒരു തികഞ്ഞ ഒരു നായകനായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മോശയെ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ അത് മോശയ്ക്ക് തന്ത്രങ്ങൾ അറിയാം. എതിലേ പോയെ എങ്ങനെയെല്ലാം എത്താൻ പറ്റുമെന്നുള്ളത് മോശയ്ക്കറിയാം. ആരെയെല്ലാം എവിടെയെല്ലാം പ്ലേസ് ചെയ്യണമെന്ന് ആർക്കറിയാം? അത് യോശുവയ്ക്ക് അറിയാം. അത് മോശയിൽ നിന്ന് കിട്ടിയതാണ് ഇത് എൻ്റെ പഠനങ്ങളെല്ലാം എന്ന് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധതന്ത്രങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ പറയുന്ന അത് അവിടെയും പറയുന്ന ഈ തന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ലോകമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും പൊതുവായിട്ട് പറയാമെങ്കിലും ദൈവമക്കൾ, അന്നത്തെ ഇസ്രായേൽ മക്കളും ലോകരാജ്യങ്ങളും ലോകശക്തികളുമായുള്ള എതിർപ്പും തുടങ്ങിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്തും അവർ ഈ ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മറന്നുപോകും. പഴയ നിയമത്തിലെ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും എന്തുണ്ടായിരുന്നു? ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാർക്കും ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തിരുന്നു? അവർ ദൈവത്തോട് ചോദിച്ചിരുന്നു. അവരുടെ ദൈവത്തെ അവർ പ്രസാദിപ്പിച്ചിരുന്നു. അതിലൊരു ജയം കിട്ടിയാൽ എന്ത് ചെയ്യും? ജയം കിട്ടിയാൽ ആ ദൈവമാണ് അത് നൽകിയത് എന്ന് അവരെന്ത് ചെയ്തു? വളരെ ശക്തമായി വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏകദൈവത്തിൽ, യഹോവയാണ് നിങ്ങളുടെ ദൈവം, മറ്റ് ദേവന്മാരെ പോലെയല്ല, യഹോവയാണ് ദൈവം. ഇപ്പോൾ യഹോവയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനവും അല്ലാതെ മറ്റിതര ദേവന്മാരെ ആരാധിക്കുന്ന ഒരു കൂട്ടവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു പലപ്പോഴും വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ വരുമ്പോഴും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏറ്റുമുട്ടലിന്, യുദ്ധത്തിന് വ്യത്യാസമുണ്ടോ? യുദ്ധതന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ടോ? ഉണ്ടോ? മുമ്പത്തെ നമ്മുടെ ഈ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയൊക്കെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇതിപ്പം. ഇന്നൊരു പ്രസംഗം പറയുന്നു എന്ന് വിചാരിക്കരുത്. വ്യത്യാസമുണ്ടോ? പഴയ യുദ്ധവും ഇന്നത്തെ യുദ്ധമായിട്ട് വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. ആയുധങ്ങൾ വ്യത്യാസമാണ്, ആൾക്കാർ വ്യത്യാസമാണ്, രീതികൾ വ്യത്യാസമാണ് അല്ലേ? പക്ഷേ ലക്ഷ്യം മാത്രം വ്യത്യാസമില്ല. ലക്ഷ്യം മാത്രം യാതൊരു വ്യത്യാസമില്ല. അന്ന് അവരുദ്ദേശിച്ച ഏതാണ്? ഈ ദൈവമക്കളെ എന്ത് ചെയ്യുക? ഇല്ലായ്മ ചെയ്യുക. ഇന്നും അതിന് ലോകത്തും സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ദൈവമക്കളെ, ദൈവവചനം പറക്കുന്നത് തടയണം, ദൈവമക്കളെ എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. അതാണ് ആത്യന്തികമായിട്ട് പറയുന്നത്. അവിടെ തന്ത്രങ്ങൾ, അവിടെയും തന്ത്രം ഉണ്ടായിരുന്നു, ഇവിടെയും എന്തുണ്ട്? തന്ത്രമുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതിനെ അതിജീവിപ്പാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആരിൽ ശക്തിപ്പെടുക? ക്രിസ്തുവിൽ ശക്തിപ്പെടുക. ഇസ്രായേൽ മക്കൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഞങ്ങളുടെ സ്വന്തം ശക്തികളോട് എന്ത് ചെയ്യാം? പോകാൻ സാധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ആയിരുന്നു, നിങ്ങൾക്ക് ശക്തി പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് യഹോവയെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് യഹോവയാണ് നിങ്ങളുടെ യുദ്ധം നയിക്കുന്നത്. യഹോവയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എത്ര വലിയ ശത്രുക്കൾ വന്നാലും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ എന്തെങ്കിലും ആശ്രയിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പാടില്ല? ഒരു യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ മൃഗം കുറച്ച് മതി. ഏത് മൃഗമാണ്? കുതിര കുറച്ച് മതി നിങ്ങൾക്ക്. കാരണം കുതിരയിൽ, അതാണ് പറയുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. ഞങ്ങൾ ആരെ ആശ്രയിക്കുന്നത്? നിങ്ങൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. അപ്പം കുതിരയിൽ ആശ്രയിക്കുന്നത് പറഞ്ഞാൽ ലോകശക്തിയിൽ, നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നതാണ് അവിടെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കൃത്യം പറഞ്ഞിട്ടുണ്ട്, കുതിരയെ എന്ത് ചെയ്യരുത്? നിങ്ങൾ കുതിരയെ മേടിക്കാനായിട്ട് എന്ത് ചെയ്യരുത്? മിസ്രൈമിൽ പോകരുത്, അതിൽ നിങ്ങൾ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തന്മാരായ ആൾക്കാരെ കൊണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിനേക്കാൾ ശക്തന്മാരുമായിട്ടാണ് നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിനുള്ള ശക്തി ആര് തരും? അതിൻ്റെ ശക്തി ദൈവമാണ് അല്ലേ? തേനീച്ചയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന ദൈവം, ഇടിമുഴക്കത്താൽ ശത്രുവിനെ ഓടിച്ചു കളയുന്ന ദൈവം, ശത്രുക്കൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൂത് നൽകി ശത്രുക്കളെ, ദൈവജനത്തിനെതിരെ വരുന്ന സൈന്യത്തെ ചിതറിക്കുന്ന ദൈവം അല്ലേ? ഇവിടെ പൗലോസും സീലാസും
പത്രോസും അവരൊക്കെയും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പാടി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ പൂട്ടുകളെ അഴിച്ച് അവരെ പുറപ്പെടുവിച്ചുകൊണ്ടെന്ന ദൈവം, അത് വേറൊരു ശക്തിയാണ് അല്ലേ. അതുകൊണ്ട് ആ ശക്തി നമുക്ക് വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ആ ദൈവത്തിൻ്റെ, ആ കർത്താവിൻ്റെ വേലക്കാരാണ്. ഒരു മുമ്പേ പറഞ്ഞ തന്ത്രത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ശിശുക്കളെ കൊന്നു കളയാൻ പറഞ്ഞു അല്ലേ. നിങ്ങൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു അല്ലേ. ശിശുക്കളെ ഇല്ലായ്മ ചെയ്യുക, ഗർഭിണികളെ എന്ത് ചെയ്യുക, ഗർഭിണികളെയും ഇല്ലായ്മ ചെയ്യുക, ശിശുക്കളെയും ഗർഭിണികളെയും ബാലികാ ബാലന്മാരെ എന്ത് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. യുദ്ധതന്ത്രമാണ് അത്. ലക്ഷ്യം വയ്ക്കുന്നത് ഏതാണ്? അടുത്ത ഒരു കുറേയധികം കാലഘട്ടത്തേക്ക് എന്ത് ചെയ്തില്ല, ആ ജനം ഉയർത്തെഴുന്നേൽക്കത്തില്ല, ശക്തി പ്രാപിക്കത്തില്ല. അതൊരു തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ വേലക്കാരാണ് അല്ലേ. നമ്മളും ആരാണ്? നമ്മൾ ഭടന്മാരായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി പോറുകയാണ് അല്ലേ. ഓക്കെ, ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മുടെ യുദ്ധമുഖത്തുണ്ടോ? ഒന്നുകൂടെ ക്ലിയറായിട്ട് പറയാം. ഗർഭിണികളെ കൊല്ലുക, കുഞ്ഞുങ്ങളെ കൊല്ലുക, ബാലിക ബാലന്മാരെ കൊല്ലുക. അത് അനന്തരഫലം എന്ന് പറയുന്നത് ആ ഒരു ജനം അടുത്ത കാലത്തെങ്ങും എന്ത് ചെയ്താൽ ശക്തി പ്രാപിക്കത്തില്ല. അത് വലിയൊരു തന്ത്രമാണെന്ന് പറഞ്ഞു. അത് പഴയ കാലങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്തിരുന്നു. അത് ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെ ഉന്മൂലനം ചെയ്യാൻ അത് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലാണ്, പുതിയ കാലഘട്ടമാണ്. പോരാളികൾ നമ്മളാണ് അല്ലേ. നമ്മളാണ് ഭടന്മാർ. നമ്മൾ യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ആ കാറ്റഗറിയിൽ ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ നമ്മുടെ യുദ്ധവുമായിട്ട്? പോട്ടെ, ശുശ്രൂഷയുമായിട്ടെന്ന് പറഞ്ഞു. ശുശ്രൂഷയാണ് നമ്മുടെ യുദ്ധം. അങ്ങനെ തന്നെ എടുക്കണേ. എന്തെങ്കിലും ഒരു സാമ്യം വല്ലതും തോന്നുന്നുണ്ടോ? ഓക്കെ, ജോസച്ചൻ പറയുന്നത് പുതിയ തലമുറയെ ക്രിസ്തുമായിട്ട് അകറ്റിക്കളിയാണ്. ഗുജറാത്തിൽ പള്ളിയിൽ പോകുന്ന സ്ത്രീകളെ, ഗർഭിണികളെല്ലാം എന്ത് ചെയ്യുന്നു? കൊന്നു കളഞ്ഞു അല്ലേ. കൊന്നു പറഞ്ഞാൽ വളരെ നികൃഷ്ടമായ രീതിയിൽ എന്ത് ചെയ്തു? ക്രൂരമായി കൊന്നു. നികൃഷ്ടമല്ല, ക്രൂരമായി എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഓക്കെ, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള ചെറിയ ബാലികാ ബാലന്മാർ, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ സൺഡേ സ്കൂളിൽ വരിക, പ്രാർത്ഥനയ്ക്ക് വീട്ടിലിരിക്കുക, വേദോത്സവം വായിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ അവരെന്താണ്? അവർ വളരെ അകലെയാണ്. അങ്ങനെയുള്ള രീതികളൊന്നും അവർക്കില്ല. അവർ സൺഡേ സ്കൂളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ അവരെ എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് മാതാപിതാക്കന്മാർ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നു? ട്യൂഷന് വിടാനായിട്ട് ഉദ്ദേശിക്കും. വേദം പഠിക്കുന്നതിന് പകരം, വേദപുസ്തകം വചനം പഠിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യുന്നു? അവരെ ട്യൂഷന് വിടാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അവർ പറഞ്ഞു വിടും. എന്താ അവിടെ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ലോകപ്രകാരം ആ പൈതൽ വളരെ ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കാം, ക്രിസ്തുനാമധാരിയായിരിക്കാം. ഒരു കാര്യത്തിൽ അദ്ദേഹം, ആ പൈതൽ എന്ത് ചെയ്തു പോയി? ദൈവഭാഗത്ത് എന്ത് ചെയ്തു പോയി? ദൈവവചനത്തിന് എന്ത് ചെയ്തു പോയി? അതൊന്നും. ഓക്കെ, ഇന്ന് ചെറിയ ക്ലാസ്സുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത ലഹരി വസ്തുക്കൾ ഇന്ന് കാണാം അല്ലേ. ലഹരി വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കപ്പെടുന്നത് എവിടെയാണ്? വിപണനം ചെയ്യപ്പെടുന്നത് സ്കൂളുകളിലാണ്. ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്നത് സ്കൂളുകളിലാണ്. അത് ഉപയോഗിക്കുന്ന ആരാ? ഉപയോഗിക്കുന്നത് ശിശുക്കളെ, കുഞ്ഞുങ്ങളെയാണ്. അത് ശിശുക്കളല്ല, ബാലികാ ബാലന്മാരെയാണ് ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. ഒരിക്കലും അത് കഴിച്ചാൽ എന്ത് ചെയ്യത്തില്ല? അതിന് അഡിക്റ്റായിട്ട് പോയാണ്. ആ ഒരു തലമുറ മുഴുവൻ എന്ത് ചെയ്തു പോയി? ദൈവഭാഗത്തുനിന്ന് അകന്നു പോയി. യുദ്ധത്തിൽ ആര് ജയിച്ചു? ആര് ജയിച്ചു? നമ്മൾ ബിഷപ്പൊക്കെ ഇങ്ങനെ പുസ്തകത്തിൽ കെട്ടത്തിലേക്ക് വെച്ചിങ്ങനെ നടക്കുകയാണ് അല്ലേ. ഭയങ്കര വേലയാണ്, ഭയങ്കര പോരാട്ടമാണ്. നമ്മുടെ കസ്റ്റഡിയിലുള്ള ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു പോയി? സാത്താൻ കൊണ്ടുപോയി. നമ്മളത് കണ്ടോ? നമ്മളത് അറിഞ്ഞോ? ഇല്ല. ഓക്കെ, ഇപ്പം വന്ന് മുമ്പ് ഇന്നലെയും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴത്തെ സ്ത്രീകളുടെയും
കല്യാണം കഴിഞ്ഞവരുടെയും കഴിക്കാത്തവരുടെയൊക്കെയും ആഗ്രഹം കുഞ്ഞുങ്ങൾ വേണോ? കുഞ്ഞുങ്ങൾ വേണോ? കുഞ്ഞുങ്ങൾ വേണ്ട. കുഞ്ഞുങ്ങൾ വേണ്ട. ഗർഭിണികളെ കൊല്ലുന്നതിന് തുല്യമാണത്. ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലുന്നതിന് തുല്യമാണത്. അക്ഷരാർത്ഥത്തിൽ കൊല്ലുന്നതിന് മാത്രം കുഞ്ഞുണ്ടാകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് കുഞ്ഞുങ്ങളെ വേണ്ട. അവിടെ ആര് ജയിച്ചു? അവിടെ എന്താ സംഭവിക്കുന്നത്? തലമുറ എന്ത് ചെയ്തു പോയി? തലമുറ ഇല്ലാണ്ട് പോവുക. തലമുറ പോയി. ഓക്കെ, വേദപുസ്തകത്തിൽ വിവാഹ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലേ? ഇന്നത്തെ പഠിപ്പേരെന്താണ്? ഇന്നത്തെ പഠിപ്പേരെന്താ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് പോകുന്നതോ, കല്യാണം കഴിച്ചതിന് ശേഷം അവർ വേറെ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് പോകുന്നതോ ഒക്കെ ഭയങ്കരമായുള്ള തെറ്റാണ്. ഭയങ്കരമായ തെറ്റ്. ഇത്രയും ഭയങ്കര തെറ്റില്ല. ഇന്ന് ആര് ജയിക്കുന്നു? ദൈവമക്കൾ ജയിക്കുന്നോ? ദൈവവേലക്കാർ ജയിക്കുന്നോ? ദൈവം ജയിക്കുന്നോ? ഓർക്കുക, നമ്മൾ മിനിസ്ട്രി ചെയ്യാൻ, നമ്മൾ സഭാ ശുശ്രൂഷകരാണ്. നമ്മുടെ സംരക്ഷിത മേഖലയെന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ട ആൾക്കാർ നമ്മുടെ സഭാ മക്കളാണ്, അവിടുത്തെ കുടുംബങ്ങളാണ്, കുട്ടികളാണ്, പ്രായമുള്ളവരാണ്. യുദ്ധമാണ് അവിടെ ഉള്ളത്. ഈ പറഞ്ഞ രീതിയിലാണ് യുദ്ധങ്ങൾ, അല്ലേ? പണ്ടത്തെ പോലെ അമ്പും വില്ലും തോക്ക് പോലും ഇന്ന് ഇതില്ല, ഉപയോഗിക്കപ്പെടുന്നില്ല, അല്ലേ? ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം എന്താണ്? മൊബൈൽ പൊട്ടിത്തെറിച്ചല്ലേ? ശത്രുക്കൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇന്ന് പോകുന്നത്, അല്ലേ? ആയുധങ്ങളെ വേണ്ട. പണ്ടൊക്കെ ബോംബ് എന്ത് ചെയ്യണമായിരുന്നു? ബോംബ് കൊണ്ടുപോയി കൃത്യമായിട്ട് അത് പ്ലെയിനെ കൊണ്ടുപോയി കൃത്യസ്ഥലത്ത് ഇടണമായിരുന്നു. ഇന്നോ ബോംബ് തന്നെ പൊക്കോളൂ. റിമോട്ട് കൺട്രോളാണ്. തന്ത്രങ്ങളെല്ലാം മാറി, രീതിയിലെല്ലാം മാറി. ദൈവമക്കളെ അകറ്റാനുള്ള രീതികളെല്ലാം മാറി. നമ്മളത് കാണുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ചിന്തിക്കും. കല്യാണം കഴിക്കുന്നത് എന്തിനാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം, അല്ലേ? തീർന്നു പിന്നെ, അല്ലേ? തലമുറ എന്ന് പറയുന്നത് ഇല്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണ് തലമുറകൾ വർദ്ധിച്ചു വളരണം. ദൈവമക്കൾ എന്തിനാണ് വർദ്ധിക്കണം? തലമുറകൾ വർദ്ധിക്കുമ്പോൾ, ദൈവമക്കൾ വർദ്ധിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വ്യാപനമാണ് നടക്കുന്നത്. അത് നടക്കരുത് എന്ന് സാത്താൻ എന്ത് ചെയ്തു? നിശ്ചയിച്ചു. അതിൻ്റെ പുറകെ നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിലയിരുത്തുന്ന ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദൈവഭാഗത്തു നിന്ന് നമ്മുടെ വിചാരണയുള്ള ജനത്തെ അകന്നു പോകുന്ന എല്ലാ സംഗതികളും അതെല്ലാം പോരാട്ടമാണ്, ശത്രുവിൻ്റെ തന്ത്രമാണ് എന്ന് മറന്നുപോകും. പ്രാർത്ഥന കുറയുന്നത്, വേദവസ്തം വായന കുറയുന്നത്, നോമ്പ് ഏതുമില്ല എന്ന് പറയുന്നത്, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത്, എവിടെ പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്, അതെല്ലാം സാത്താൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ വശം വരാതാകുവാൻ നമ്മുടെ ജനങ്ങളെ, സഭാമക്കളെ സാത്താൻ എല്ലാ സമയത്തും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തക്കതായ നിയമ സംഹിതകളും കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തുമുണ്ട്, എല്ലാ സമയത്തുമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിനെതിരെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുക. അതിനെതിരെയാണ് പോരാട്ടം. പോരാട്ടം എന്ന് പറയുന്നത് അതിനെതിരെയാണ്. ദൈവമക്കൾ ദൈവം അകന്നു പോകുന്നതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. അതുകൊണ്ട് അതിന് ഏറ്റവും ശക്തമായി നിൽക്കുവാൻ, അവയെ തിരിച്ചറിയാൻ ക്രിസ്തുവിന് കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തുവേ, യേശുവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. യേശു കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ് യെരുശലേമിലേക്ക്, എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? കാത്തിരിക്കുന്നത് കുരിശാണ്, കഷ്ടങ്ങളാണ്, പ്രയാസങ്ങളാണ്. അന്ന് പറഞ്ഞപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അയ്യോ, എൻ്റെ ഗുരുവിന് അത് മാത്രം പറ്റത്തില്ല. അന്നേരം പറഞ്ഞു, അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യവശത്തെ, അതുമൂലം ഉണ്ടാകുന്ന പരാജയത്തെ, ശത്രുവിൻ്റെ ജയത്തെ മനസ്സിലാക്കാൻ ഈ ദൈവപുത്രന് സാധിച്ചു. അതുകൊണ്ട് ദൈവപുത്രൻ പറഞ്ഞു, പത്രോസേ, നീ പിശാചിൻ്റെ ചിന്തയാണ് നിനക്കുള്ളത്, എന്നെ വിട്ടു പോണം. നീ ദൈവഭാഗത്തു നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. തന്ത്രങ്ങളെ തിരിച്ചറിയുക, ആയുധങ്ങൾ നമ്മൾ ധരിക്കുക, നാം തന്നെ അതിൽ വീണു പോകാതെ. ഇവിടെ പഴയ നിയമത്തിൽ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ തന്നെയും ദൈവത്തിനെ, ക്രിസ്തുവിനെ ധരിക്കുക. ഇന്നലെ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ
ഹബലച്ചനാന്ന് പറഞ്ഞു തോന്നുന്നു ഏറ്റവും അവസാനം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തപ്പോൾ അച്ഛൻ പറയുണ്ടായി, ക്രിസ്തുവിനെ ധരിക്കുക, അതിലെല്ലാം സമ്പൂർണ്ണമാണ് എന്ന് പറയുണ്ടായി. തീർച്ചയായിട്ടും ക്രിസ്തുവിൽ ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ അതിനടമെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിന് നമ്മൾക്ക് ഇവിടെ നമ്മൾ ലഭിച്ച ക്ലാസ്സുകളും നമ്മൾ ദിനംതോറും വായിച്ച് മനസ്സിലാക്കുന്ന തിരുവേദ സത്യങ്ങളും നമ്മളെ സഹായിക്കട്ടെ. സർവോപരി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ കൃപ തരണമേ, അതിനുള്ള വഴിവാതിൽ തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം. ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കണം. ക്രിസ്തുവിനെ കൂടാതെ അത് സാധ്യവുമല്ല. ദൈവത്തോട് ചേർന്ന് നിന്ന്, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന്, യേശുവിനോട് ചേർന്ന് നിന്ന് പോരാടി വിജയം വരിപ്പാൻ ഒടുക്കം ദൈവത്തിന് നമ്മൾ ചെല്ലുമ്പോൾ വിശ്വസ്തദാസനെ എന്നുള്ള വിളി കേൾക്കുവാനും ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് ദൈവം സകല ബഹുമാനം മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.